ഗൈസ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വെറൈറ്റി വീഡിയോ തരാൻ ഞാൻ ആലോചിച്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയുന്നതാണ്, ചിലപ്പോൾ സില്ലിയൊക്കെ ആയി തോന്നിയേക്കാം ചില ആളുകൾക്ക്. അയ്യേ ഇവരെന്താ പറയുന്നതാണ്. പക്ഷേ ചുറ്റുപാടുള്ള നിങ്ങളുടെ അറിവിനെ ഇത് ഉറപ്പായും ചോദ്യം ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട്, ഫുള്ളായിട്ട് എന്നല്ല, തുടക്കം മുതലേ ചോദ്യങ്ങൾ തന്നെയാണ്. ഒരു വെറൈറ്റി ഒരു വീഡിയോ ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ അറിയുന്നവർ ഉത്തരങ്ങൾ കമൻ്റായിട്ടിടുക. സോ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തന്നാലോ? നമുക്ക് വീഡിയോക്ക് പോയാലോ? സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിരുന്നു. കാരണം അയ്യോ മോശമാകുമോ, മീൻസ് സില്ലി ടോപ്പിക്ക് പോലെ എനിക്ക് തോന്നുക. ഐ ഡോണ്ട് നോ. എന്തായാലും ഇങ്ങോട്ട് പറയട്ടോ. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് പോകട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയുക, പട്ടികൾ ഇങ്ങനെ കുരയ്ക്കുന്നുണ്ട്. കുരയാണ്, നിർത്തുന്നില്ല. പിന്നെ അത് നിർത്തിയിട്ടെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഗൈസ് ഫസ്റ്റ്. ഇവരെന്താ ആകാശത്തേക്ക് മരത്തിൻ്റെ ചില്ല കാണിച്ചു തരാമെന്നാണ് എനിക്ക് വിചാരിച്ചില്ല. പക്ഷേ മൈ സിമ്പിൾ ആൻഡ് സില്ലി ക്വസ്റ്റ്യൻ ഈസ്, ഈ ഒരു മരം കണ്ടില്ല നിങ്ങൾ? വലിയ മരം കേട്ടോ. ഈ ഒരു മരത്തിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണ്? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സില്ലി ആയിട്ട് തോന്നിയേക്കാം, ബട്ട് നമ്മുടെ ഇവിടെ എന്തോ താന്നിമരം എന്നാട്ടോ പറയുക. ആൻഡ് ഇവിടെ എന്തൊക്കെയോ തായ്ത്തൽ കണ്ണി പോലത്തെ ചെറിയൊരു സാധനമൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മരത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? കമൻ്റ് ഇടൂ ഗൈസ്. ലെറ്റ്സ് ഗോ. നമ്മുടെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇതൊക്കെ തന്നെയാണ്. ഞാനിങ്ങനെ ചുറ്റുവട്ടമുള്ള കുറേ മരങ്ങൾ കാണിക്കാം. നിങ്ങൾ അധികം കണ്ടിട്ടില്ലാത്ത മരങ്ങളായിക്കോട്ടോ. നിങ്ങൾ നാട്ടുമ്പുറത്ത് മാവ്, പ്ലാവ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ തേക്ക് എന്നൊക്കെ പറഞ്ഞു കാണും. ബട്ട് ദീസ് മരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻ്റായിട്ട് ഇടുക ഗൈസ്. നമ്മൾ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ഇത് വൺ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വംശനാശം സംഭവിച്ചിട്ടുള്ള സാധനം കേട്ടത്. അങ്ങനെയും ഇങ്ങനെയൊന്നും കാണാൻ കിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ നാട്ടിൽ ഇതിന് പാറക എന്നാ അറിയുക. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടും നല്ല മരവും. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സെറ്റപ്പ് കേട്ടോ. നമ്മൾ വിഷയത്തിന് തന്നെ പറഞ്ഞു. സോ ഈ മരത്തിന് നമ്മളിവിടെ പാറകം എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഇട്ടോ. ഗൈസ്, നമ്മുടെ മുന്നിൽ വേറൊരു ഗടാഗടിയ സാധനം വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതായിട്ടല്ലേ ഈ ഒരു മരം. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് എത്ര ആൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും? വെല്ലുവിളിക്കുക. കുറേ ചെറിയ കായകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ? മുന്തിരി പോലെ തൂങ്ങിക്കിടക്കുന്ന കായകളും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് ഞാൻ എൻ്റെ നാട്ടിൽ പറയുന്നില്ല. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാമല്ലോ. എല്ലാത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു തന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് തന്നെ നിങ്ങൾ കമൻറ്റ് ഇടില്ല. എൻ്റെ നാട്ടിൽ തന്നെ പറയുന്ന പറഞ്ഞിട്ട്. സോ ഇതിൻ്റെ പേര് നിങ്ങൾ തന്നെ പറയാം. വാതിൽ പോലെ രണ്ട് മരങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗേറ്റ് വേ ടു ദ കാട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മുടെ കാട്ടിലേക്കുള്ള എൻട്രി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റിയതാ. രണ്ടെണ്ണം. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞത് വെറും കാടും മേടും എന്താ പറയുക പുൽത്തകടികളും കാണിച്ചു കൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വസിക്കുകയും ചെയ്യാമല്ലോ. പറഞ്ഞു വെറുപ്പിക്കാണ്ട് ഇതാണ്ട് അടുത്ത മരം. ഒരു വെളുത്ത ടൈപ്പ് ഓഫ് മരം. പാമ്പിൻ്റെ തൊലി പോലെ എന്താ പറയുക, കുറേ തൊലികളൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്ന മരം കേട്ടോ. ആൻഡ് ദിസ് മരം ഈസ് കോൾഡ്, ഇവിടെ വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വെണ്ടേക്ക് എന്നാണ്. വെണ്ടയ്ക്കല്ല കേട്ടോ, വെണ്ടേക്ക്. വെണ്ടക്ക തിരിച്ചിട്ട മാതിരി ഒരു പേരാ വെണ്ടേക്ക്. ആൻഡ് നിങ്ങളുടെ പേര്, നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കുന്നതിന്? വെറൈറ്റി പേരാട്ടോ, വെണ്ടേക്ക്. കൊള്ളാമല്ലേ? ഇത് കൂടാണ്ട് ഇവിടെ വൻമരം ഉണ്ട് കേട്ടോ. വലിയ മരം, ഒരൊറ്റ തടിയിൽ ഇങ്ങനെ കുത്തനെ പോയിട്ടുള്ളൊരു മരമുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. എവിടെ നോക്കിയാൽ കറക്റ്റ് ഒരു വ്യൂ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഗായ്സ്, ഇതേ പോകുന്ന സാധനം ആകാശത്തേക്ക് ഒരൊറ്റ തടിയായിട്ട് നീണ്ട് നിവർന്നാശാൻ പോയതുണ്ടോ? ചാതിയില്ലേ? അടിപൊളിയല്ലേ? ആൻഡ് ആ കേട്ട സൗണ്ട് എന്താണെന്ന് ആർക്കും പറയാൻ പറ്റുമോ? ഇതെപ്പോഴും കേട്ടില്ലേ? ഇതാ പോണേ. ആശാൻ പൊട്ടി താഴെ വീണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നും കൂടാണ്ട് ഒരു കുഞ്ഞു മരം കാണിച്ചു തരാം. അതേതാന്ന് പറയാൻ പറ്റുമോ കേട്ടോ?
ഇതെന്തായാലും ഞാൻ പറയുന്നില്ല, കാരണം ഏത് കൊച്ചുകുട്ടിക്കും അറിയുന്നൊരു സാധനമാണത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് ചോട്ടാ പീക്കിരി മരം. ആൻഡ് ഈ കായകൾ ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും പറയാൻ പറ്റുന്നല്ലേ. വേറൊരു മരം ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ മോൾ ഭാഗം കാണില്ല, പക്ഷെ താഴ്ന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടല്ലേ. തടിയെ കണ്ട് മനസ്സിലാക്കാൻ എന്താ പറയുക, അത്രയും മരത്തിനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും അറിവുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ദിസ് ഈസ് കോൾഡ് കാറ്റാടി അല്ലേ, കാറ്റാടി മരം. അങ്ങനെ പറയുമ്പോൾ ഏകദേശം എല്ലാവർക്കും പിടുത്തം കിട്ടും. എന്താണ് കാറ്റാടി എന്നറിയാത്തവർ കേരളത്തിൽ വളരെ കുറവായിരിക്കും അല്ലേ. കാറ്റാടി മരം, ഇതിൻ്റെ ഇല ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എടുത്തിട്ട്. ആ ഒരു ചെറിയ ഇല ഉണ്ട്. ഇല കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ദിസ് ടൈപ്പ് ഓഫ് ഇലകൾ ഉള്ള മരത്തിന് പറയുന്ന പേരാണ് കാറ്റാടി. യാ ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു പർട്ടിക്കുലർ മരം ഏതെന്നല്ലേ, ദിസ് വൺ. ഇതിൻ്റെ ഇല കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? പ്ലാവിൻ്റെ ഇല പോലെയാണ് തോന്നുക അല്ലേ. ഇതിനെ പറയുന്ന പേരാണ് അയിനിപ്ലാവ്, അയിനിച്ചക്ക എന്ന് പറയും. ഒരു ചക്കയെന്ന് ഇവിടെ അല്ല, എല്ലാം എടുത്ത് കാണിച്ചു തരായിരുന്നു. ചെറിയ ചക്ക കേട്ടോ, മീൻസ് ആകെ എന്താ പറയുക, എത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു മരമാണിത്. ഐ മീൻ നാട്ടിൻപുറത്തൊന്നും, മീൻസ് നാട്ടുകളിലൊന്നും അങ്ങനെ കാണാൻ പറ്റാൻ സാധ്യതയില്ല. ഉള്ളതൊക്കെ തന്നെ വല്ല ജീവികളും തിന്ന് തീർത്തിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ ഒരുപാട് ഇതേപോലെയുള്ള കാട്ടുകളിൽ മാവ് അല്ലെങ്കിൽ മാങ്ങ, ചക്ക എന്നൊക്കെ പറയും പോലെ അങ്ങനെ കഴിച്ചിരുന്നൊരു സാധനത്തിൻ്റെ മരമായിട്ട് ഞാൻ കാണിച്ചിരുന്നു. അടുത്തത് ഇതുണ്ടല്ലേ, ഇതിൻ്റെ പേര് ഇരുമ്പമ്പുളി എന്നാട്ടോ. ഐ മീൻ ഇരുമ്പമ്പുളി എന്ന് ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് എന്താ പറയുക, ആ നീണ്ടു കിടക്കുന്ന ആ ഒരു ചെറിയ പുളിക്കേക്കും. പക്ഷേ ഇത് ചെറുത്, ഞാവൽ പോലെ ചെറുതായിട്ടുള്ളൊരു പഴമുണ്ട്, അതിന് പറയുന്ന പേരാണ് ഇരുമ്പമ്പുളി. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റികളായിട്ടുള്ള മരങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരണം വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് ഇന്ന്. ഞാൻ ഏകദേശം ഒരു കാട് പോലത്തെ ഒരു ഏരിയയിൽ നിൽക്കുന്നുണ്ട്. മണ്ട മനസ്സിലാവും, മരങ്ങളും ഒക്കെയുള്ള. മുകളിൽ നിന്നാണെങ്കിൽ എന്തൊക്കെ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, കുരങ്ങന്മാരെന്തോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നറിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, കൂടാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.